എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോവും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞു, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഇപ്പൊ ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അല്ലെങ്കിൽ അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും, പിന്നെ അത് താഴോട്ടെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യാടാ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിലൊരു സിനിമ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിൽ ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെയും ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട്, അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ ആത്യന്തികമായിട്ട് കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ. അല്ല, എന്റെ അച്ഛനല്ലേ, ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം. എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യം, നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു, നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ, ഫസ്റ്റ് ടൊവിനേക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലേ, അങ്ങനെന്താ പറഞ്ഞല്ലോ അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട, അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? ആ അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMAയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപ് അത് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപിനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും, അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത് ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു, കുറച്ചുകൂടെ ആയിരുന്നു അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയും ചെയ്തു. ഡാനിയലിൽ ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു.
അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഇപ്പൊ തുടരെ എല്ലാ പടത്തിലും ഞാൻ അഭിനയിച്ചുകൊണ്ട് ഒരു പടം മോശമാവുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി ഒരു പടം എന്താണ് ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് ഒരു പാഷൻ തോന്നാത്തതിന്റെ കാരണം എന്താണ്? അല്ല, എനിക്ക് പണ്ട് മുതലേ, ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ളൊരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ, ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലൊവേഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ചിലന്റെ 2ാം ഭാഗം വരുമ്പോൾ രണ്ടാൾക്കൊന്നും ഒന്നിക്കോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഒന്നിക്കോ? നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പം ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്കഷൻ പ്ലാനിലുണ്ട്. ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വിത്ത് അങ്ങനെ പറയില്ല. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഞാൻ പുള്ളി പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശ രൂപേണയുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ. പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ എന്താ വെച്ചാൽ മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് 2-2.5 വർഷം മുമ്പ് പറഞ്ഞുള്ള സബ്ജക്ട്സിന്റെ ഇതിവൃത്തം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാ പോലെ നല്ല 1-2 സബ്ജക്ട് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനോടും വർക്ക് ചെയ്തു. അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ. അപ്പൊ ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ടെക്നീഷ്യനായിട്ടും പുള്ളി ശോഭിക്കട്ടെ. അല്ലാതെ ഈ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ എന്താ അന്യമല്ലോ ആണോ? അല്ലല്ലോ, മനസ്സിലായി, ഫണ്ട് മനസ്സിലായി. എപ്പോഴും എക്സ്പീരിയൻസ് ഫൺ മാൻ. കണ്ണൂർ സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നോ? എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? സ്കൂളിൽ വേഷം ഉണ്ടായിരുന്നാണ്. പക്ഷെ പുള്ളി തടി കുറയ്ക്കാനൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞതോടെ പിന്നെ